ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസും അതിനെക്കുറിച്ചുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാമാണ് വീഡിയോകളിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. കുറേ ആളുകൾ ചോദിക്കുകയുണ്ടായി, എങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും എല്ലാം അപ്ലോഡ് ചെയ്താലാണ് കണ്ടൻറ് മോണിറ്റൈസേഷൻ പോലെയുള്ള ടൂളുകൾ നമുക്ക് എനേബിളായി കിട്ടുക എന്നുള്ള ചോദ്യം. പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. കുറേയധികം ആൾക്കാർ ചോദിക്കുന്നു, ഒറിജിനൽ കണ്ടൻറ്റുകൾ തന്നെ വേണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒറിജിനൽ കണ്ടൻറ്റുകൾ തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ മോണിറ്റൈസേഷൻ എനേബിളായി കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ഒറിജിനൽ വീഡിയോസ് തന്നെ ഇടുന്നതാണ്. ഒറിജിനൽ കണ്ടൻറ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോസാണ്. മറ്റൊരാളുടെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിനെയാണ് നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻറ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ, അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒറിജിനൽ കണ്ടൻറ് തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കോപ്പി റൈറ്റിങ്ങോ മറ്റ് റിപ്പോർട്ടിങ്ങോ ഇല്ലാതെ നമ്മുടെ വീഡിയോസിലൂടെ നമുക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വെച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് സിമ്പിളായിട്ട് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം. കാരണം നമുക്ക് ധാരാളം പബ്ലിക് ഗ്രൂപ്പുകളുണ്ടാവും. അതിലേക്കെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം ലക്ഷക്കണക്കിന് മെമ്പേഴ്സ് ഉണ്ടാവും. അവർ വഴി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വേഗം റീച്ച് ഉണ്ടാക്കിയെടുക്കാനും അതിവേഗത്തിൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ വേഗം തന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ എനേബിളായി കിട്ടാൻ സാധിക്കും. ഇതാണ് ഫേസ്ബുക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒറിജിനൽ കണ്ടൻറ് ഇടാൻ സാധിക്കുന്നില്ല, അതിനുള്ള വീഡിയോ എടുക്കാനുള്ള ഫോണില്ല, നല്ല ഫോണില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ധാരാളം വീഡിയോസ് സോഷ്യൽ മീഡിയാസിൽ നിന്നും കിട്ടും. ഉദാഹരണത്തിന് യൂട്യൂബിലെല്ലാം ആണെങ്കിൽ ധാരാളം വീഡിയോസ് ഉണ്ട്. അത്തരം വീഡിയോസ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ആഡ് ചെയ്യുക. നിങ്ങളുടെ വോയിസ് ആയിരിക്കാം, എഴുത്തുകളായിരിക്കാം. ഏറ്റവും നല്ലത് നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ മാതിരി അത് ചെയ്യുക. അത്തരത്തിൽ ചെയ്തിടുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ കോപ്പിറൈറ്റ്സിനെ തടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻറ്റും കൂടെ അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അത്ര പെട്ടെന്നൊന്നും കോപ്പിറൈറ്റ് ഒന്നും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് പുറത്ത് പോയി വീഡിയോസ് എടുക്കാനും അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ലാത്തവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കണ്ടൻറ്റുകൾ കൂടി ആഡ് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സാധിക്കും. മാക്സിമം നമ്മളതിൽ നമ്മുടെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നതുകൊണ്ട്, നമ്മുടെ വാല്യൂസ് ആഡ് ചെയ്യുന്നതുകൊണ്ട്, ഇപ്പോൾ വോയിസ് ആയിട്ടും ടെക്സ്റ്റായിട്ടും എല്ലാം നമ്മുടെ റിയാക്ഷനും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളൊരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ധാരാളം റിയാക്ഷൻ ചാനലുകളും നമ്മുടെ നാട്ടിലുണ്ട്. അവർ ധാരാളം പണവും ഇതിലൂടെ സമ്പാദിക്കുന്നു. മറ്റുള്ളവരുടെ വീഡിയോ ആയിരിക്കും അവർ എടുക്കുന്നത്, അതിനുശേഷം അവർ അവരുടേതായ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു, അതിനുശേഷം പോസ്റ്റ് ചെയ്യുന്നു. ഒരു പരിധിവരെ അവർക്ക് കോപ്പിറൈറ്റ് കിട്ടുകയില്ല. കോപ്പിറൈറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് തന്നെ കോപ്പിറൈറ്റ് എല്ലാം ഒഴിവാക്കി തരുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നേരിട്ട് പോയി വീഡിയോസ് എടുത്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസും അതുപോലെ തന്നെ അവരുടേതായ വാല്യൂസ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്തിടാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ തന്നെ കണ്ടൻറ് മോണിറ്റൈസേഷന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മോണിറ്റൈസേഷൻ പേജിൽ വരും. ആ ഒരു സമയത്ത് അതിനോടടുപ്പിച്ചിട്ടുള്ള ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റുകൾ, അതെന്തോ ആയിക്കോട്ടെ, ഒറിജിനൽ കണ്ടൻറ്റുകൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. അവർ നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആക്കുന്നതിന് മുമ്പ് റിവ്യൂ ചെയ്യുമ്പോൾ ഒറിജിനൽ കണ്ടൻറ്റുകളാണ് കൂടുതലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടാൻ ചാൻസ് കൂടുതലാണ്.